നന്നായിട്ട് പഴുത്ത 2 നേന്ത്രപ്പഴം ഉപയോഗിച്ചുകൊണ്ട് ഒരുപാട് കഷ്ടപ്പാടൊന്നുമില്ലാതെ വൈകുന്നേരം ചായയ്ക്ക് ദാ ഇതുപോലെ ഒരു സ്നാക്സ് നമുക്ക് റെഡിയാക്കി എടുക്കാവേ. പുറംഭാഗമൊക്കെയാണെങ്കിലും നല്ലോണം മൊരിഞ്ഞ് ഉള്ളൊക്കെ ആണെന്നുണ്ടെങ്കിലും നല്ല സ്വീറ്റ് ആയിട്ടുള്ള ഒരു ഫില്ലിംഗ് വരുന്ന അടിപൊളി ടേസ്റ്റുള്ള സ്നാക്സ് തന്നെയാണ്. കണ്ടോ? കുട്ടീസൊക്കെ വരുമ്പോഴേക്കും സ്കൂളൊക്കെ വിട്ട് വരുമ്പോഴേക്കും പെട്ടെന്ന് റെഡിയാക്കി കൊടുക്കാനും പറ്റും. മിസ് ചെയ്യാതെ ട്രൈ ചെയ്ത് നോക്കുക. ഒരുപാട് തണുത്തൊന്നും പോവാതെ ചെറു ചൂടോട് കൂടി സോസിന്റെയും അതേപോലെ തന്നെ ചായയുടെയും ഒക്കെ കൂടെ കഴിക്കാനായിട്ട് അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ റെഡിയാക്കി എടുക്കാനായിട്ട് നന്നായിട്ട് പഴുത്ത 2 നേന്ത്രപ്പഴം വേണ്ടത്. ഇതേപോലെ പഴുത്ത നേന്ത്രപ്പഴം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ മാത്രമാണ് നല്ല സ്വീറ്റ് ആയിട്ട് നമുക്ക് കിട്ടുള്ളൂ. ചെറിയ ചെറിയ പീസായിട്ട് ഇതേപോലെ ഒന്നും കൂടെ കട്ട് ചെയ്തും കൂടി നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് മിക്സ് ഒന്ന് റെഡിയാക്കി എടുക്കണം. അതിനായിട്ട് നോൺ സ്റ്റിക്കിന്റെ ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യാട്ടോ ചേർത്ത് കൊടുക്കുന്നത്. നെയ്യ് ചേർക്കുകയായിരിക്കും നമ്മുടെ ഈ സ്നാക്സിന്റെ ഫില്ലിംഗ് റെഡിയാക്കി എടുക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവുന്നത്. നെയ്യൊക്കെ ചൂടായിട്ട് വരുമ്പോൾ കുറച്ച് കാഷ്നട്ടും അതേപോലെ തന്നെ നല്ലോണം ചൂടായി വന്നതിന് ശേഷം കുറച്ച് മുന്തിരിയും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാവേ. കാഷ്നട്ട് എടുക്കുമ്പോൾ ഒരു 10-12 കാഷ്നട്ട് ഇതേപോലെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തതാണ്. നല്ലോണം ഒന്നും കൂടി ചൂടായി വന്നതിന് ശേഷം കുറച്ച് മുന്തിരിയും കൂടി ചേർത്ത് ശരിക്കും ഒന്നും കൂടി ചൂടാക്കി എടുക്കുന്നുണ്ട്. നമ്മൾ ഈ സ്നാക്സ് കഴിക്കാൻ നേരത്തെ ഇടയ്ക്ക് കാഷ്നട്ടും അതേപോലെ തന്നെ മുന്തിരിയൊക്കെ ഒന്ന് കടിക്കാൻ കിട്ടുന്ന ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. ഒട്ടും തന്നെ കരിഞ്ഞൊന്നും പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. ഗ്യാസ് ഏറ്റവും ലോ ഫ്ലെയിമിലാക്കാം കേട്ടോ. അതിനുശേഷം ഒരു 1/2 കപ്പ് തേങ്ങ ചിരകിയത് നിറച്ച് തന്നെ ചേർത്ത് കൊടുക്കാവേ. തേങ്ങയുടെയൊക്കെ ആണെന്നുണ്ടെങ്കിലും പച്ചമണം നന്നായിട്ട് മാറി വരുമ്പോൾ ഇതിനകത്തേക്ക് ഒരു 1/2 ടീസ്പൂൺ ഏലക്കപ്പൊടിയും അതേപോലെ തന്നെ മധുരത്തിനായിട്ട് ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഇതേപോലെ പഞ്ചസാര ചേർത്ത് കൊടുക്കുമ്പോൾ പഴത്തിന്റെ മധുരം ഒന്ന് നോക്കണം കേട്ടോ. നല്ല പഴുത്ത് നന്നായിട്ട് മധുരമുള്ള പഴമാണെന്നുണ്ടെങ്കിൽ ഒരു 2 ടേബിൾ സ്പൂൺ വരെയൊക്കെ ചേർത്ത് കൊടുത്താൽ മതി. ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് തന്നെ ശരിക്കും ഒന്നുകൂടെ മിക്സാക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. കണ്ടോ? ഒട്ടും തന്നെ കരിഞ്ഞൊന്നും പോവാതെ നല്ല സ്വീറ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതിലേക്കാണ് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പഴവും കൂടി ചേർത്ത് കൊടുക്കുന്നത്. ഇനിയിപ്പോൾ ഈ പഴവും അതേപോലെ തന്നെ തേങ്ങ ചിരകിയതും പഞ്ചസാരയും എല്ലാമായിട്ട് നന്നായിട്ട് തന്നെ ഒന്നും കൂടി യോജിപ്പിച്ചെടുക്കുന്നുണ്ട്. കണ്ടോ? ഇതുപോലെ ഇനി ഇതേപോലെ ഒന്ന് തട്ടിപ്പൊത്തി വെച്ച് മൂടി വെച്ച് നല്ലോണം തന്നെ ഒന്നും കൂടി ചൂട് കയറി വരുന്നവരെ വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ പഴമൊക്കെ ആയതുകൊണ്ട് പെട്ടെന്ന് ഇങ്ങോട്ട് വെന്ത് വന്നോളും. ഒരുപാട് സമയമൊന്നും വേണ്ടി വരില്ല. കണ്ടതാ ഇതുപോലെ ഒന്ന് ചൂട് കയറി നന്നായിട്ട് ഒന്നും കൂടി വെന്ത് വന്നതിന് ശേഷം അതേ സ്പൂൺ വെച്ച് തന്നെ നല്ലോണം ഒന്നും കൂടി ഉടച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ ആ തേങ്ങയും അതേപോലെ തന്നെ പഞ്ചസാരയും പഴവും എല്ലാമായിട്ട് നന്നായിട്ട് തന്നെ ഒന്നും കൂടി യോജിച്ച് വന്നോളൂ. കണ്ടോ? ഒരുപാട് പാടൊന്നുമില്ല ഇതേപോലെ ഒന്ന് ഉടച്ചു കൊടുക്കാനായിട്ട്. പഴം നന്നായിട്ട് ചൂടായി വന്നതല്ലേ. ഇതുപോലെ ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ റവയും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. നമ്മൾ റവ ചേർത്ത് കൊടുക്കുമ്പോഴാണ് കയ്യിലെടുത്ത് നല്ലോണം തന്നെ ഒന്നുകൂടെ കുഴച്ചൊക്കെ എടുക്കാനായിട്ട് എളുപ്പമുണ്ടാകുന്നത്. അതിന് വേണ്ടിയിട്ടാണ്. റവ ചേർക്കുമ്പോൾ നോക്കി മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഞാനിപ്പോൾ ആദ്യമേ 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തു. കുറച്ചും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ റവ എടുക്കുമ്പോൾ വറുത്ത റവയോ വറുക്കാത്ത റവയോ ഏതാണെങ്കിലും കുഴപ്പമില്ല. ഇതുപോലെ നന്നായിട്ട് തന്നെ ഒന്നുകൂടെ മിക്സാക്കി ശരിക്കും യോജിപ്പിച്ചും കൂടി എടുക്കുന്നുണ്ട് കേട്ടോ. കണ്ടോ? അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഫില്ലിങ്ങിൻ്റെ പരിപാടി എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ നല്ലോണം തന്നെ ഒന്നും കൂടെ സെറ്റായി വരാനായിട്ട് ഇതേപോലെ ഒരു ട്രേയിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ ട്രേയിൽ ചുറ്റും നെയ്യൊന്ന് പറ്റി കൊടുക്കുന്നുണ്ട്. നല്ല ചൂടോടുകൂടി തന്നെ നമ്മുടെ ഈ മിക്സ് ട്രേയിലേക്ക് മാറ്റി നല്ലോണം തന്നെ ഒന്നും കൂടി ഷേപ്പാക്കി ഒതുക്കിയെടുക്കാം. കണ്ടോ? ഇതേപോലെ നന്നായിട്ട് തന്നെ പ്രസ് ചെയ്ത് ശരിക്കും ഒന്നും കൂടെ ഒതുക്കിയെടുക്കുന്നുണ്ട്. നമ്മൾ കട്ട് ചെയ്തെടുക്കാനായിട്ട് നല്ല എളുപ്പം ഉണ്ടാവും ഇതേപോലെ ഒന്നും കൂടി ഷേപ്പാക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ. അങ്ങനെ നന്നായിട്ട് തന്നെ ഒന്നുകൂടി ഷേപ്പാക്കി എടുത്തിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. ഇനിയിപ്പോൾ നല്ലോണം തണുത്ത് വന്നതിന് ശേഷം ഒരു മണിക്കൂർ ഫ്രിഡ്ജിലും കൂടി വെച്ച് ഒന്ന് സെറ്റാക്കി എടുക്കാം കേട്ടോ. അപ്പോഴാണെന്നുണ്ടെങ്കിലും കട്ട് ചെയ്തൊക്കെ എടുക്കാനാണെങ്കിൽ നല്ല എളുപ്പം ഉണ്ടാവും. നല്ലോണം തന്നെ ആ ചൂടൊക്കെ നാറി വന്നതിന് ശേഷം ഫ്രിഡ്ജിലേക്ക് വെച്ചാൽ മതി. പഴമൊക്കെ ആണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് വലിയ ചൂടൊക്കെ നാറി തണുത്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് കോട്ടിങ്ങിന് വേണ്ട മിക്സും കൂടി റെഡിയാക്കി എടുക്കാം. ഒരു 1/4 കപ്പ് മൈദയിലേക്ക് ഒരു നുള്ളു ഉപ്പും അതേപോലെ തന്നെ ഇതേപോലെ കുറച്ച് വെള്ളവും കൂടി ചേർത്ത് കട്ടകളൊന്നുമില്ലാതെ മിക്സാക്കി എടുക്കാം. നമ്മൾ ഇതേപോലെ മിക്സാക്കി എടുക്കുമ്പോൾ ഒരുപാട് അങ്ങോട്ട് ലൂസ് കൂടാനും പാടില്ല, നല്ല കട്ടിയാവാനും പാടില്ല. അതൊന്ന് ശ്രദ്ധിക്കണേ. ഈ ഒരു പരുവത്തിൽ മിക്സാക്കി എടുത്തിട്ടുണ്ട്. പഴത്തിൻ്റെ മിക്സൊക്കെ ആണെന്നുണ്ടെങ്കിലും തണുത്ത് ഫ്രിഡ്ജിൽ വെച്ച് ഒന്നും കൂടി സെറ്റായി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇതേപോലെ കട്ട് ചെയ്തെടുക്കാം. ഞാൻ ഈ ഒരു നീളത്തിലാട്ടോ കട്ട് ചെയ്തെടുക്കുന്നത്. നമ്മുടെ ഫിംഗർ ഷേപ്പിൽ കുറച്ചും കൂടി തിന്നായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അതേപോലെ ചെയ്തെടുക്കാം. ഞാനിവിടെ കുറച്ച് കട്ടിക്കാട്ടോ കട്ട് ചെയ്തെടുക്കുന്നത്. ഈ ഒരു വലുപ്പത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നെയ്യൊക്കെ പറ്റി കൊടുത്തുകൊണ്ട് പെട്ടെന്ന് നിങ്ങൾ വിട്ടു പോകുന്നോളൂ. കണ്ടോ? സൈഡൊക്കെ ആണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് തന്നെ സെറ്റായി അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഒട്ടും തന്നെ സമയം കളയാതെ നമ്മൾ റെഡിയാക്കി വെച്ച മൈദയുടെ മിക്സിലും അതേപോലെ തന്നെ ബ്രെഡ് ക്രംസിലും നന്നായിട്ട് തന്നെ ഒന്നുകൂടി കോട്ട് ചെയ്തും കൂടി എടുക്കുന്നുണ്ട്.
ഞാനിവിടെ ഒരു 4 പീസ് വലിയ ബ്രെഡ് എടുത്ത് നല്ലോണം ഉണങ്ങിയ ഒരു മിക്സിയുടെ ജാറിൽ ശരിക്കും ഒന്നുകൂടി പൊടിച്ചെടുത്തതാ കേട്ടോ. അല്ലാതെ വേറെ കടയിൽ നിന്നൊന്നും മേടിക്കണമെന്നില്ല. ഇതേപോലെ ബ്രെഡ് ക്രംസ് വീട്ടിൽ തന്നെ റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. കണ്ടോ, മൈദയിലും ബ്രെഡ് ക്രംസിലും ഒക്കെ നന്നായിട്ട് തന്നെ ഒന്നുകൂടി കോട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ചൂടായ ഓയിലിലേക്കിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മാത്രം മതി. ഗ്യാസിൻ്റെ ഫ്ലെയിം ഒരു മീഡിയത്തിൽ വെക്കുക കേട്ടോ. ഓയിലൊക്കെ നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം ഇതേപോലെ വെച്ച് കൊടുത്ത് നല്ലോണം തന്നെ 2 വശം ഒന്നുകൂടി ഫ്രൈ ആയി വന്നതിന് ശേഷം എടുക്കാവുന്നതേ ഉള്ളൂ. ഇത്ര സിമ്പിളായിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റാവുന്ന നമ്മുടെ നേന്ത്രപ്പഴം ഉപയോഗിച്ചുകൊണ്ടുള്ള സിമ്പിളായിട്ടുള്ള സ്നാക്സ് തന്നെയാണ്. കണ്ടോ, ഒരു വശമൊക്കെ നന്നായിട്ട് റെഡിയായി വന്നതിന് ശേഷം മറിച്ചിട്ട് കൊടുത്ത് 2 വശം നല്ലോണം തന്നെ മുരിഞ്ഞ് വരുമ്പോൾ കോരിയെടുക്കാവുന്നതേ ഉള്ളൂ. അത് മാത്രമല്ല, ഒരുപാട് മസാലയൊന്നും വഴറ്റി കഷ്ടപ്പെടാതെ നമ്മുടെ അടുക്കളയിൽ എപ്പോഴും കാണുന്ന സിമ്പിളായിട്ടുള്ള ചേരുവകൾ ഉപയോഗിച്ചുകൊണ്ട് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാവുന്നതല്ലേ ഉള്ളൂ. 2 വശം നല്ലോണം തന്നെ കളറൊക്കെ മാറി ശരിക്കും മുരിഞ്ഞ് വരുമ്പോൾ കോരിയെടുക്കാം. ഇനിയിപ്പോൾ ഒരുപാട് തണുത്തൊന്നും പോവാതെ ചെറു ചൂടോടുകൂടി നല്ലൊരു ചൂട് ചായയുടെ കൂടെ കഴിക്കാനായിട്ട് അടിപൊളി ടേസ്റ്റാണ്. അടുത്ത ബാച്ച് സ്നാക്സും ഇതേപോലെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാം. ഗ്യാസിൻ്റെ ഫ്ലെയിം ഒരുപാട് കൂട്ടി വെക്കരുത് കേട്ടോ. അതേപോലെ തന്നെ തീരെ ലോ ഫ്ലെയിമിലും വെക്കരുത്, മീഡിയത്തിൽ മാത്രമേ വെക്കാവുള്ളൂ. അങ്ങനെ നന്നായിട്ട് പഴുത്ത 2 നേന്ത്രപ്പഴം ഉപയോഗിച്ചുകൊണ്ട് എളുപ്പത്തിൽ റെഡിയാക്കി എടുക്കാൻ പറ്റാവുന്ന സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും മിസ് ചെയ്ത് ട്രൈ ചെയ്ത് നോക്കുക. കമൻസ് ഒക്കെ ആണെന്നുണ്ടെങ്കിലും മറക്കാതെ അറിയിക്കണേ. കൂടെ തന്നെ വീഡിയോ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ച് ഷെയറും കൂടി ചെയ്യാനും, ആദ്യമായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യാനായിട്ട് മറക്കല്ലേ. അപ്പോൾ ഇതുപോലുള്ള വേറെയും ഒരുപാട് വെറൈറ്റി സ്നാക്സ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കിക്കോളൂ. നമുക്ക് ഇതേപോലുള്ള പുതിയ നല്ല അടിപൊളി വീഡിയോസും റെസിപ്പീസൊക്കെ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.